22 ലക്ഷം വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഉറക്കം കെടുത്തിയ നീറ്റ് വിവാദം. ഈ രാജ്യത്തെ യുവതലമുറയുടെ ഭാവി വെച്ച് പന്താടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ എത്ര കൊമ്പന്മാരായാലും ജയിലിന്റെ അഴികൾക്കുള്ളിലാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ആ നിമിഷം, ചരിത്രത്തിൽ ആദ്യമായി പരീക്ഷാ ക്രമക്കേടുകൾ തടയാൻ പാർലമെന്റിൽ അതിശക്തമായ നിയമനിർമ്മാണവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്? ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സർക്കാർ രാത്രിയും പകലും അധ്വാനിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയ നേട്ടത്തിനുള്ള അവസരമാക്കി മാറ്റി രാജ്യത്ത് കലാപത്തിന് തീ കൊളുത്താൻ ശ്രമിക്കുന്നത് ആരാണ്? രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും നടത്തുന്ന ഈ സമരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണോ, അതോ സ്വന്തം രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയാണോ? നീറ്റ് വിഷയത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വസ്തുതകൾ മറച്ചു വെച്ച് ജനങ്ങളെ തിരിതെറിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം ഇന്ന് നമ്മൾ കൃത്യമായ കണക്കുകളും തെളിവുകളും വെച്ച് പൊളിച്ചടുക്കുകയാണ്. ആരും പറയാത്ത സത്യങ്ങൾ, രാജ്യത്തിന് മുന്നിൽ തെളിയുന്ന നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യങ്ങൾ അവസാന നിമിഷം വരെ കാണുക. പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്ന വാർത്തകൾ പുറത്തു വന്ന നിമിഷം മുതൽ നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ട നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആ പ്രത്യേക വീഡിയോ സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അത് പങ്കുവച്ചത്. ചോദ്യപേപ്പർ ചോർച്ച നിസ്സാര വിഷയമല്ല എന്ന് തുറന്ന് സമ്മതിക്കാൻ ഒരു ഭരണാധികാരി കാണിച്ച ആർജവമാണ് അവിടെ നമ്മൾ കണ്ടത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മാനസിക വിഷമത്തിൽ താനും പങ്കുചേരുന്നുവെന്ന് ഒരു പിതാവിന്റെ കരുതലോടെ അദ്ദേഹം പറഞ്ഞു. എന്നാൽ വെറുമൊരു വാഗ്ദാനത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ആ വാക്കുകൾ. ക്രമക്കേട് പുറത്തു വന്ന നിമിഷം മുതൽ കേന്ദ്ര ഏജൻസികൾ രംഗത്തിറങ്ങി. കുറ്റവാളികളെ ഒന്നൊന്നായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഒരു അധ്യയന വർഷം നഷ്ടപ്പെടരുത് എന്ന ഒറ്റ നിർബന്ധം കൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഉടനടി ഉപയോഗിച്ച് റീടെസ്റ്റ് സംഘടിപ്പിച്ചു. എന്നാൽ റീടെസ്റ്റ് ഫലം വന്നതുകൊണ്ട് മാത്രം താൻ തൃപ്തനല്ലെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഇനി ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുത്. അതിനായി നിർദ്ദേശിച്ച നടപടികൾ എന്തൊക്കെയാണെന്നറിയാമോ? 1. ഈ കേസിൽ കുറ്റക്കാരെ അതിവേഗം ശിക്ഷിക്കാൻ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ തന്നെ സജ്ജമാക്കി. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. പിന്നെ ഭാവിയിൽ രാജ്യത്ത് ഒരു പരീക്ഷയിലും ഇത്തരമൊരു അട്ടിമറി നടക്കാതിരിക്കാൻ പാർലമെന്റിൽ അതിനുവേണ്ടി അതിശക്തമായ വകുപ്പുകളുള്ള പുതിയ ബില്ല് കൊണ്ടുവരുന്നു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന്റെ 2ാം ആഴ്ചയിൽ തന്നെ സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇതാണ് ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാരിന്റെ രീതി. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒളിച്ചോടുകയല്ല, പകരം നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിന് ശാശ്വതമായി പരിഹാരം കാണുകയാണ് ഇവിടെ മോദി സർക്കാർ ചെയ്തത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് മറുഭാഗത്തെക്കുറിച്ചാണ്. സർക്കാർ ഇത്രയധികം കർശന നടപടികൾ സ്വീകരിക്കുമ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എന്താണ് ചെയ്യുന്നത്? ഒന്നാമത് CJPയുടെ പ്രൊട്ടസ്റ്റിൽ വലിഞ്ഞു കയറി അവരുടെ വെറുപ്പ് മൊത്തം സമ്പാദിച്ചു. വിദ്യാർത്ഥികളുടെ കണ്ണീരിനെയും അവരുടെ ആശങ്കകളെയും തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും തരം താഴ്ന്ന കാഴ്ചയാണ് രാജ്യം ഇവിടെ കണ്ടത്. പ്രധാനമന്ത്രി രാജ്യത്തെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ഇവ മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. ചിന്തിച്ചു നോക്കൂ, ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുകയാണോ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം? അതോ ആ പ്രശ്നത്തെ കത്തിച്ച് നിർത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണോ? രാഹുൽ ഗാന്ധി എക്സിൽ കുറിപ്പുകൾ ഇടുമ്പോൾ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ചു എന്ന് വ്യാജ പ്രചാരണം നടത്തുമ്പോൾ അതിൻ്റെ പിന്നിലെ ലക്ഷ്യം വ്യക്തമാണ്. രാജ്യത്ത് ക്രമസമാധാന നില എങ്ങനെയെങ്കിലും തകർക്കണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ക്രമക്കേടുകൾക്കെതിരെ കർശന അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും NTA സംവിധാനത്തിൽ വലിയ അഴിച്ചുപണിക്ക് തുടക്കമിടുകയും ചെയ്ത വ്യക്തിയാണ്. എങ്ങനെയെങ്കിലും ഈ ഭരണം ഒന്ന് അട്ടിമറിക്കണം, എങ്ങനെയെങ്കിലും ആ കസേരയൊന്ന് നേടണം. എന്നാൽ കാര്യമറിഞ്ഞ് പ്രവർത്തിക്കുന്ന മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സഭ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷം രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തടസ്സപ്പെടുത്തുന്നത്. പാർലമെന്റിന്റെ സമയം കളഞ്ഞു ഒളിക്കുക, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന സഭ നിർത്തിവെപ്പിക്കുക, രാജ്യവ്യാപകമായി അക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്യുക, ഇതൊക്കെയാണോ ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പണി? ഇത്രയും കാലം അല്ലെങ്കിലും ഇദ്ദേഹം എവിടെയായിരുന്നു? ഇന്ത്യയിൽ ഇത്രയും നാൾ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഇന്ന് നീറ്റ് വിഷയത്തിൽ നരേന്ദ്രമോദിയുടെ മാപ്പ് ചോദിക്കാൻ ആവശ്യപ്പെടുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സ്വന്തം ഭൂതകാലത്തിലേക്ക് ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കണം. UPA സർക്കാരിൻ്റെ കാലത്ത് രാജ്യത്ത് നടന്ന പരീക്ഷാ തട്ടിപ്പുകളുടെയും അഴിമതികളുടെയും നീണ്ട നിര തന്നെ നമുക്ക് മുന്നിലുണ്ട്. കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ ചോരാത്ത ചോദ്യപേപ്പറുകൾ ഉണ്ടായിരുന്നോ? വ്യാപം തട്ടിപ്പും മറ്റ് പരീക്ഷാ അട്ടിമറികളും നടന്ന കാലത്ത് കോൺഗ്രസ് ഏതെങ്കിലും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വേണ്ട ഒന്ന് പ്രതികരിച്ചിട്ടുണ്ടോ? കുറ്റവാളികളെ സംരക്ഷിക്കാൻ നോക്കുകയല്ലായിരുന്നോ? അന്ന് ഒന്നുമായിരുന്നില്ല ചോദ്യപേപ്പറുകൾക്ക് സുരക്ഷ. ദളപതിമാരും ഇടനിലക്കാരും ഭരിച്ച UPA ഭരണകാലത്ത് ചോർച്ച
സാധാരണ സംഭവമായിരുന്നു. അന്നും മിണ്ടാതിരുന്ന രാഹുൽ ഗാന്ധിയാണ് ഇന്ന് മോദി സർക്കാരിന് നേരെ വിരൽ ചൂണ്ടുന്നത്. ഇന്ന് മോദി സർക്കാരിൻ്റെ കീഴിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ക്രമക്കേട് നടന്നുവെന്ന് കണ്ടപ്പോൾ തന്നെ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരെ സ്ഥാനത്ത് നീക്കി. ഒരു തട്ടിപ്പുകാരനെയും സംരക്ഷിക്കില്ലെന്ന് തെളിയിച്ചു. ചരിത്രത്തിലില്ലാത്ത വിധം സുതാര്യമായ രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് കാണാനുള്ള കണ്ണ് രാഹുൽ ഗാന്ധിക്കില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വിഷയം വിദ്യാർത്ഥികളല്ല, രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കൽ മാത്രമാണ്. ഇതിനിടയിൽ നടക്കുന്ന മറ്റൊരു കളി കൂടി നമ്മൾ കാണണം. കോക്രോച്ച് ജനതാ പാർട്ടി പോലെയുള്ള കൊച്ചു പ്രസ്ഥാനങ്ങളും പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര സമരത്തെയും മുൻനിർത്തി നടത്തുന്ന സമര നാടകം. അതിന് അപ്പുറം 26 ദിവസം നീണ്ട നിരാഹാര സമരം സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. സമരം തുടരുമെന്നാണ് അപ്പോഴും CJPയുടെ അഭിജിത് ദീപ്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹി ജന്തർ മന്ദറിലും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഇന്ത്യ സഖ്യം ഗാന്ധി സ്മൃതിയിലേക്ക് കൂറ്റൻ മാർച്ച് നടത്തുന്നു. എന്തിനായി തെരുവ് നാടകങ്ങൾ? വിദ്യാർത്ഥികളുടെ സമയം കളയാൻ. കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ എല്ലാ നടപടികളും എടുത്തിട്ടും പാർലമെന്റിൽ പുതിയ നിയമനിർമ്മാണത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ വഴിതെറ്റിക്കാൻ തെരുവിൽ സമരം നടത്തുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ഒന്ന് വ്യക്തമാക്കാമോ? ഡൽഹി പോലീസ് രാജ്യതലസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കിയത് ക്രമസമാധാനം തകർക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നതുകൊണ്ടാണ്. പരീക്ഷാ വിഷയത്തെ ഒരു രാഷ്ട്രീയ യുദ്ധമാക്കി മാറ്റി രാജ്യത്ത് കലാപന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഇവരെല്ലാവരും ശ്രമിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾക്കൊപ്പമല്ല അവർ നിൽക്കുന്നത്, മറിച്ച് സർക്കാരിനെ വീഴ്ത്താനുള്ള കുറുക്കുവഴികൾ തേടുകയാണ്. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉമർ ഖാലിദിനെ പുറത്തിറക്കണം, അതുപോലെ കശ്മീരിനെ വീണ്ടും 370 പ്രാബല്യത്തിൽ കൊണ്ടുവരണം. ഇതൊക്കെയല്ലേ ഇവരുടെ ആവശ്യം. ഇതിലെവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളെ പോലും നിൽക്കാൻ സമ്മതിക്കുന്നില്ല. എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് തകിടം മറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും സാധാരണക്കാരനുണ്ട് എന്ന് ഇവരൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അതിനൊപ്പം തന്നെ അവസരം മുതലെടുക്കാൻ ഇഷ്ടംപോലെ വിഘടനവാദികളാണ് അവിടെ ചെന്ന് നമ്മുടെ സനാതന ധർമ്മത്തെയും നമ്മുടെ സംസ്കാരത്തെയും എല്ലാം തന്നെ അതിനെയെല്ലാം കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള മുദ്രാവാക്യം വിളികളും എല്ലാം മുഴങ്ങിയത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ബുദ്ധി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കൂ. അല്ലാതെ ഇത്തരത്തിൽ സ്വന്തം രാജ്യത്തിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയുള്ള ഇത്തരം നീക്കങ്ങൾ വളരെ നാണം കെട്ട നീക്കം തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തുവരും. നന്ദി. ന്യൂസ് ഡെസ്ക് IPN മലയാളം.